ഒമാൻ സുൽത്താന്റെ 2026 രാജകീയ ഉത്തരവ് പ്രകാരം 68 പേർക്ക് ഒമാൻ പൗരത്വം പുനഃസ്ഥാപിച്ചു. ബൈ നൗ പേ ലെറ്റർ സേവനത്തിന് പുതിയ ചട്ടങ്ങളുമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. മസീറ ദ്വീപിൽ കടലാമ സംരക്ഷണ പഠന പദ്ധതി നടപ്പിലാക്കുന്നു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ 2026 രാജകീയ ഉത്തരവ് നമ്പർ 26/2026 പ്രകാരം 68 പേർക്ക് ഒമാൻ പൗരത്വം പുനഃസ്ഥാപിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ ദേശീയതാ നിയമ ചട്ടക്കൂട് അനുസരിച്ചാണ് നടപടി. ഞായറാഴ്ച പുറത്തിറക്കിയ ഗസറ്റിൽ പൗരത്വം പുനഃസ്ഥാപിച്ചവരുടെ പേരും വിവരവും ഉൾപ്പെടുത്തി. 2025 രാജകീയ ഉത്തരവ് നമ്പർ 17/2025 പ്രകാരം പ്രാബല്യത്തിൽ വന്ന ഒമാൻ പൗരത്വ നിയമം അനുസരിച്ച് ആഭ്യന്തരമന്ത്രിയുടെ ശുപാർശയെ തുടർന്നാണ് പൗരത്വം പുനഃസ്ഥാപിക്കുന്നത്. നിയമത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന നിബന്ധനകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക സാഹചര്യങ്ങളിൽ രാജകീയ ഉത്തരവിലൂടെ പൗരത്വം അനുവദിക്കാനോ പുനഃസ്ഥാപിക്കാനോ കഴിയുമെന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൈ നൗ പേ ലെറ്റർ സേവനങ്ങൾക്കായി പുതിയ നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. ഇടപാടുകളിൽ സുതാര്യതയും ഉപഭോക്തൃ സുരക്ഷയും ഉറപ്പാക്കുന്നതാണ് പുതിയ നിയന്ത്രണം. ബാങ്കുകളുടെയോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെയോ പോലെ BNPL കൃത്യമായ നിയമത്തിന് കീഴിലാവുന്നു എന്നതാണ് പ്രത്യേകത. ലൈസൻസിംഗ്, റിസ്ക് മാനേജ്മെന്റ്, കൃത്യമായ വെളിപ്പെടുത്തലുകൾ എന്നിവ നിർബന്ധമാക്കുന്നതിലൂടെ ഡിജിറ്റൽ സാമ്പത്തിക സേവനങ്ങളുടെ വളർച്ചയും സാമ്പത്തിക സ്ഥിരതയും ലക്ഷ്യമിടുന്നതായി CBO വ്യക്തമാക്കി. ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഉടൻ ലഭ്യമാക്കി മുൻകൂട്ടി നിശ്ചയിച്ച വ്യവസ്ഥകൾ പ്രകാരം പിന്നീട് തവണകളായി പണമടയ്ക്കാനുള്ള സൗകര്യം നൽകുന്ന ആധുനിക ധനസഹായ മാതൃകയാണ് ബൈ നൗ പേ ലെറ്റർ സേവനം. ഈ മാതൃകയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതിനാൽ സാമ്പത്തിക നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഉപഭോക്തൃ സംരക്ഷണവും സാമ്പത്തിക സ്ഥിരതയും ഉറപ്പാക്കുന്ന വ്യക്തമായ നിയന്ത്രണ ചട്ടം അനിവാര്യമായ സാഹചര്യത്തിലാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ നടപടി. ഒരാൾക്ക് ഈ സൗകര്യം ഉപയോഗിച്ച് പരമാവധി 1500 റിയാൽ വരെയുള്ള സാധനങ്ങളോ സേവനങ്ങളോ മാത്രമേ വാങ്ങാൻ കഴിയുള്ളൂ. പണം തിരിച്ചടയ്ക്കാൻ പരമാവധി 12 മാസം സമയം ലഭിക്കും. അതേസമയം ഈ പണം ഉപയോഗിച്ച് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാനോ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാനോ ചൂതാട്ടത്തിനോ ഉപയോഗിക്കാൻ പാടില്ലെന്ന നിബന്ധനയുമുണ്ട്. ഈ സേവനം നൽകുന്ന കമ്പനികൾക്ക് കുറഞ്ഞത് 2,50,000 റിയാൽ മൂലധനം ഉണ്ടായിരിക്കണം. സേവനം ഉപയോഗിക്കുമ്പോൾ ഈടാക്കുന്ന ഫീസുകൾ, തിരിച്ചടവ് തീയതികൾ, വൈകിയാൽ അടയ്ക്കേണ്ട പിഴ എന്നിവയെക്കുറിച്ച് കമ്പനികൾ ഉപഭോക്താവിന് വ്യക്തമായ വിവരം നൽകണം. ഉപഭോക്താക്കളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി പരിശോധിച്ച ശേഷം മാത്രമേ കമ്പനികൾക്ക് ഈ സേവനം നൽകാൻ കഴിയുള്ളൂ എന്നതിനാൽ ഉപഭോക്താക്കൾ സാമ്പത്തികമായി വലിയ കടക്കെണിയിൽ വീഴുന്നത് തടയാൻ പുതിയ നിയന്ത്രണം സഹായിക്കും. സേവനത്തെക്കുറിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കാൻ ഓരോ കമ്പനിക്കും കൃത്യമായ സംവിധാനം ഉണ്ടായിരിക്കണം. കമ്പനിയിൽ നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ ഉപഭോക്താവിന് സെൻട്രൽ ബാങ്കിനെ സമീപിക്കാവുന്നതാണ്. ഉപഭോക്താവിന്റെ വ്യക്തിഗത വിവരങ്ങളും സാമ്പത്തിക വിവരങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കണം. ഉപഭോക്താവിന്റെ അനുമതിയില്ലാതെ ഈ വിവരങ്ങൾ മറ്റ് കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പാടില്ല. ആഡംബര വസ്തുക്കൾ വാങ്ങാനോ സാമ്പത്തികമായി ദോഷകരമായ രീതിയിലോ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ നൽകാൻ പാടില്ലെന്ന് കമ്പനികൾക്ക് നിർദ്ദേശമുണ്ട്. ചുരുക്കത്തിൽ ഇടപാടുകൾ കൂടുതൽ വ്യക്തമാക്കാനും ഉപഭോക്താക്കളെ ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുമാണ് ഈ നിയമം മുൻഗണന നൽകുന്നത്. ഒമാനിൽ BNPL സേവനം നൽകണമെങ്കിൽ CBO നൽകുന്ന പ്രത്യേക ലൈസൻസ് നിർബന്ധമായും വാങ്ങിയിരിക്കണം. നിലവിൽ ബാങ്കുകൾക്കോ മറ്റ് ഫിനാൻസ് കമ്പനികൾക്കോ ലൈസൻസ് ഉണ്ടെങ്കിലും ഈ സേവനം തുടങ്ങുന്നതിന് മുൻപ് CBOയുടെ പ്രത്യേക അനുമതി തേടണം. കമ്പനിയുടെ ബിസിനസ് പ്ലാൻ, സാങ്കേതിക സംവിധാനങ്ങൾ എന്നിവ വ്യക്തമാക്കുന്ന അപേക്ഷ നൽകണം. ഉപഭോക്താക്കളുടെ വിവരങ്ങൾ സംരക്ഷിക്കാനുള്ള സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക. സ്ഥാപനത്തിലെ പ്രധാന തസ്തികകളിൽ പ്രവർത്തിക്കുന്നവർക്ക് CBO നിശ്ചയിച്ച യോഗ്യത ഉണ്ടായിരിക്കുക തുടങ്ങിയവ നിബന്ധനകളിലുണ്ട്. വിദേശത്തുള്ള BNPL കമ്പനികൾക്ക് ഒമാനിൽ നേരിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഒമാനിൽ തന്നെ കമ്പനി രജിസ്റ്റർ ചെയ്യുകയും CBOയുടെ എല്ലാ നിയമങ്ങളും പാലിക്കുകയും വേണം. കൃത്യമായ സാമ്പത്തിക അടിത്തറയും സുരക്ഷിതമായ സാങ്കേതിക സംവിധാനവുമുള്ള കമ്പനികൾക്ക് മാത്രമേ ഇനി ഒമാനിൽ ഈ സേവനം നൽകാൻ അനുവാദമുള്ളൂ. തെക്കൻ ഷർഖിയ ഗവർണറേറ്റിലെ പരിസ്ഥിതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മസീറ ദ്വീപിൽ കടലാമകളെ കുറിച്ചുള്ള ഫീൽഡ് പഠന പദ്ധതി നടപ്പാക്കുന്നു. ഒലീവ് റിഡ്ലി ഇനത്തിലുള്ള കടലാമകളുടെ മുട്ടയിടലിന്റെയും കുഞ്ഞുങ്ങളുടെ വിരിഞ്ഞിറങ്ങലിന്റെയും വിജയനിരക്ക് അളക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഫെബ്രുവരി മുതൽ മെയ് വരെ നീളുന്ന ഒലീവ് റിഡ്ലി കടലാമകളുടെ മുട്ടയിടൽ സീസണിന്റെയും മെയ് മുതൽ ഒക്ടോബർ വരെ നീളുന്ന ലോഗർ ഹെഡ് കടലാമകളുടെ സീസണെയും ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി. ദ്വീപിന്റെ തെക്കൻ പ്രദേശങ്ങളിലായി 84 കിലോമീറ്റർ നീളത്തിൽ നിരീക്ഷണം നടത്തും. ദിവസേന 2 ഷിഫ്റ്റുകളിലായാണ് സർവേ നടക്കുന്നത്.
പ്രഭാത ഷിഫ്റ്റിൽ കടലാമകളുടെ കാൽപ്പാടുകളും മുട്ടയിടുന്ന സ്ഥലങ്ങളും രേഖപ്പെടുത്തുകയും വഴി തെറ്റിയവയെ തിരികെ കടലിലേക്ക് വിടുകയും മരണങ്ങൾ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു. രാത്രി ഷിഫ്റ്റുകളിലും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും കടലാമകൾക്ക് ടാഗ് ഘടിപ്പിക്കുകയും തീരങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യും. രാജ്യത്ത് നിയമവിരുദ്ധമായി പ്രവേശിക്കുകയും തൊഴിൽ നിയമങ്ങളും വിദേശ താമസ നിയമങ്ങളും ലംഘിക്കുകയും ചെയ്ത കേസിൽ 15 ആഫ്രിക്കൻ പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ